നീയോടെ നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ പിതാക്കന്മാരും മാതാക്കളുമൊക്കെ, പൂർവ്വ പിതാക്കന്മാരും മാതാക്കളുമൊക്കെ ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള പൈസയുടെ ബലത്തിലല്ല, ഒന്നും കാണാതെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ എടുത്തു വച്ചത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. എന്നോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തണം. കാരണം കഷ്ടതയിലും പാടുവാൻ, നഷ്ടം വന്നപ്പോഴും പാടുവാൻ, ജീവിതത്തിലെ എല്ലാ പ്രതികൂലത്തിലും യേശുവാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പാടുവാൻ ഇടയായി തീർന്നത്. അത് കർത്താവ് അവർക്ക് നൽകിയ ബലമാണ്. ഈ പെന്തക്കോസ്തിലോട്ട് ഇറങ്ങിയത് കൊണ്ടുള്ള നന്മകൾ പ്രാപിച്ചതൊക്കെ ശരിയാ, എങ്കിൽ തന്നെ ഇതൊന്നും മുന്നിൽ കാണാതെ വേണം വിശ്വാസത്തിന്റെ ചുവടെടുത്തു വെച്ചത്. ഇന്ന് നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പം നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ, ഓരോ ദിവസവും ഈ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ചൊരിഞ്ഞേ പറ്റത്തുള്ളൂ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, കഷ്ടതയിൽ പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾക നാഥനേ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾക നാഥനേ, ഭക്തിയിൽ പൂർണ്ണനാ. ചേർന്ന് പറഞ്ഞ് ഉറപ്പിക്കണേ, ഉറപ്പിക്കണേ നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ. ഉറപ്പിക്കണേ നിറയ്ക്കയെന്നെ, നിറയ്ക്കായെന്നെ ശുദ്ധാ. ക്രിസ്ത്യൻ മഹത്വത്താലെ, ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാ. യേശുവേ പോലെ ഒരു പ്രാർത്ഥനയോടെ ചേർന്ന് പാടിയേ. യേശുവിൻ